അവരുടെ സൂപ്പർ ബൈക്കിൽ കാണുന്ന അതേ ഒരു ഫീച്ചർ തന്നെയാണ് ഈ വണ്ടിയിലും വന്നേക്കുന്നത്. ടിപ്പിക്കൽ ഹോണ്ടയുടെ ആ ഒരു ഷൈൻ പോലുള്ള ഒരു ഫീല്, ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്തില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോയാണ്. 5 കൊല്ലം മുമ്പ് ഇതേ സ്പോട്ട് വെച്ച് നമ്മൾ ഒരാൾക്ക് സർപ്രൈസും കൊടുത്ത് ഒരു വണ്ടി റിവ്യൂ ചെയ്തായിരുന്നു. 5 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തോട്ട് ഞാൻ വന്നേക്കുന്നത്. ദ ഹോണ്ടയുടെ ഓൾ ന്യൂ ഒരു സ്പോർട്ടി കമ്മ്യൂട്ടർ ആയിട്ടാണ്. സ്പോർട്ടി എന്ന് പറയുമ്പം എന്താ പറയുക, ഈ ഒരു വണ്ടിയുടെ കാര്യത്തെ പറ്റിയിട്ട് എന്തൊരു ലുക്കാന്ന് നോക്കിയേ. രണ്ടഭിപ്രായമുണ്ട്. പല ആൾക്കാരും ഇതിന് ലുക്ക് പോരാ എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെയൊക്കെ കണ്ണ് എന്താണെന്ന് അറിയത്തില്ല. ഒരു 125cc ബൈക്കിന് എങ്ങനെ ആ ഒരു വണ്ടി ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് ഹോണ്ട ഈ വണ്ടി കൊണ്ട് മാക്സിമം നമ്മളെ കാണിച്ചു തന്നു. അതായത് പലരും തുമ്പിയുടെ തല പോലെ എന്നൊക്കെ പറയുന്നു. ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു 1000cc അതേ ബോഡി എടുത്ത് 125cc വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആ എഞ്ചിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ബോഡി ആ വണ്ടിക്കകത്ത് അവർ ആപ്റ്റായിട്ടുള്ള രീതിയിൽ, അതായത് ഇതിൻ്റെ 750 ഹോർണറ്റിൻ്റെ അതേ ഒരു ഇൻസ്പിറേഷനിൽ അവർ പക്കാട്ടിനെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു 125cc ഇപ്പോഴത്തെ നിലവിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഇപ്പം കാലം മാറി, ഇപ്പം CC കുറച്ച് മാക്സിമം മൈലേജും കൂട്ടി അത്യാവശ്യം നല്ല എവറിഡേ പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് വണ്ടികൾ ഇപ്പം നിലവിൽ ഇറങ്ങുന്നുണ്ട്. ഏത് വണ്ടിയൊക്കെ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം ഹീറോയുടെ എക്സ്ട്രീം 125 അടിക്കാനായിട്ട് ഹോണ്ട ഇറക്കിയ ഒരു പുതിയ വെടിക്കുറ്റി സാധനമാണ്. അപ്പോൾ കണ്ട സത്യം പറഞ്ഞാൽ കൊതിച്ചു പോകുന്ന രീതിയിലുള്ള സ്ട്രീറ്റ് ഫൈറ്ററാണ്. അതായത് നല്ല അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ലുക്കായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഹോണ്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എന്താ പറയുക, ഒരു പ്രീമിയം ഫീലുണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന്. ആ ഒരു ഗോൾഡൻ USD ഫോർക്ക്, സിംഗിൾ ചാനൽ ABS വിത്ത് സിംഗിൾ ഡിസ്ക്, ബാക്കിൽ ഡിസ്ക് വേരിയൻ്റൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു LED ഹെഡ് ലാമ്പ്, മുകളിൽ DRL, പിന്നെ LED ഇൻഡിക്കേറ്റർ, ഡുവൽ കേബിൾ. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ ഓടിക്കുന്ന സമയത്ത് പറയാം, വണ്ടി ചാടി നിൽക്കുകയാണ്. നല്ല അഗ്രസീവായിട്ടുള്ള ഷ്രൗഡ്സ്, നല്ല മസ്കുലർ ടാങ്ക്. അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് ഈ വണ്ടിയുടെ TFT ഡിസ്പ്ലേ ആണ്. അതായത് റേഞ്ച് ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഹോണ്ടയുടെ ഒരു അനിമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ്. നല്ല കളറാണ് ഈ വണ്ടിയിൽ. ഈ നിലവിൽ ആ ഒരു ബോഡി കളറിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു അലോയും കൊടുത്തിട്ടുണ്ട്. നല്ല എയറോഡൈനാമിക് ഡിസൈനിൽ തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു എന്താ പറയുക, ഗ്രാബ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റ് സീറ്റാണ്. അത്ര കംഫർട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിരിക്കും. ബാക്കി ഇരിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും കംഫർട്ട് കുറയും. പിന്നെ പറയാനുള്ളത് ബാക്കിലത്തെ സെക്ഷനാണ്. ഒരു രക്ഷയില്ല. നല്ല അഗ്രസീവായിട്ടുള്ള നല്ല ഷാർപ്പ് ടെയിൽ ലൈറ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ടെയിൽ ലൈറ്റ്. മോണോഷോക്ക് സസ്പെൻഷനാണ്. ഡ്രം വേരിൻ്റാണ് വരുന്നത്. പിന്നെ സൗണ്ട് എക്സോസ്റ്റും അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു എക്സോസ്റ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കകത്ത് ഹോണ്ട കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സൈലൻറ്റ് സ്റ്റാർട്ടാണ്, നമ്മൾ അറിയത്തില്ല. നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു സൗണ്ടാണ്. ഹോണ്ടയുടെ ഒരു ടിപ്പിക്കൽ സ്മൂത്ത്നെസ്, റിഫൈൻഡ് ആണ് സ്റ്റിൽ. ഇത് മറ്റ് കോമ്പറ്റീഷൻ വെച്ച് നോക്കുന്ന സമയത്ത് സ്റ്റിൽ ഇത് റിഫൈൻഡ് ആൻഡ് സ്മൂത്ത് തന്നെയാണ്. പക്ഷേ ഹോണ്ടയുടെ ഒരു ടിപ്പിക്കൽ എന്താ പറയുക, ഹൈ കംപ്രഷൻ ആയതുകൊണ്ടാകാം ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യത്തില്ല. അത് ഓടിക്കുന്ന സമയത്ത് പറയാം. പിന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ചെറിയ സൈസിലുള്ള ടയറാണ്. ഇതൊരു കമ്മ്യൂട്ടർ, അതായത് ഡെയിലി വണ്ടി ഓടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ, ഷൈനൊക്കെ വാങ്ങാൻ മടിക്കുന്നവരാണെങ്കിൽ, ഒരു സ്പോർട്ടി ലുക്കൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വണ്ടിയിലോട്ട് വന്ന് എന്തായാലും നിങ്ങൾക്കൊരു മടുപ്പ് എന്തായാലും നോക്കത്തില്ല. കാര്യം ഇത് അത്യാവശ്യം നല്ല ക്ലാസ് ലീഡിങ് ആയിട്ടുള്ള പവർഫുള്ളാണ്. കാണാനും നല്ല പവർഫുള്ളാണ്. വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ സാധനമാണ്. ബിഗിനേഴ്സിനൊക്കെ എടുത്തിട്ട് ചുമ്മാ പെരുമാറാം. കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് വണ്ടി ഓടിക്കാൻ മീറ്ററിൽ അത്യാവശ്യം നല്ല എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് മൊബൈൽ കണക്റ്റിവിറ്റി ഉൾപ്പെടെ, റേഞ്ച് ഉൾപ്പെടെ, അതുപോലെ തന്നെ എക്കോ മോഡ്, പവർ മോഡ് ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ ഉള്ള ഒരു നല്ലൊരു TFT ഡിസ്പ്ലേ ആണ്. അവരുടെ സൂപ്പർ ബൈക്കിൽ കാണുന്ന അതേ ഒരു ഫീച്ചർ തന്നെയാണ് ഈ വണ്ടിയിലും വന്നേക്കുന്നത്. ആ ഒരു ഡ്യുവൽ കേബിളിൻ്റെ ത്രോട്ടിലിൻ്റെ റെസ്പോൺസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നല്ല രീതിയിൽ ഇത് ചാടി നിൽക്കും. കണ്ടോ? ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പവർ കാണിച്ചു തരാം. നല്ല ചാട്ടമാണ് ഈ വണ്ടിക്ക്. അതായത് പവർഫുൾ എന്ന് പറയുന്നതിലുപരി നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റൈഡിങ് പൊസിഷനെ പറയാനാണെങ്കിൽ ഒരു പൊടിക്ക് സ്പോർട്ടിനെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ കംഫർട്ടിന് ഒരു വലിയൊരു
ഭംഗം വരുത്തുന്നില്ല, കംഫർട്ടുമാണ്, എന്നാൽ ഒരു സ്പോർട്ടി ഫീലും ഉണ്ട്. പക്ഷേ ഫുഡ് ട്രക്കൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഒരു മീഡിയം റേഞ്ചിലാണ് വെച്ചിരിക്കുന്നത്. അത്ര റിയർ സെറ്റില്ല, നല്ല സൗണ്ടാണ് കേട്ടോ വണ്ടിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ടിപ്പിക്കൽ ഹോണ്ടയുടെ ആ ഒരു ഷൈൻ പോലുള്ള ഒരു ഫീല്, ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്തില്ല. എന്ന് കരുതി ഇത് റിഫൈൻഡ് അല്ല എന്നല്ല, റിഫൈൻഡ് ആണ്. ഹോണ്ടയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിഫൈൻമെൻറ്റ്, സ്മൂത്ത്നെസ് അതൊരിക്കലും ഈ വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറയാൻ കാര്യം, ഇത് നല്ല പവർഫുള്ളാണ്. അതായത് ഈ ഒരു 125cc ക്ലാസ് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു പവറാണ്, റിലയബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഗിയർ ബോക്സ് ആണെങ്കിലും നല്ല ഷാർപ്പ് ഗിയർ ബോക്സാണ്, നല്ല സൂപ്പർ ഗിയർ ബോക്സാണ്. അതായത് ഓരോ ഗിയറും ടക്കേന്ന് വീഴുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു എയർ കൂൾഡ് എൻജിന് എൻ്റെ ഭാഗത്ത് വന്നൊരു 125cc ഒരു 4 അല്ല 2 വാൽവാണ്. ടോപ്പ് സ്പീഡൊക്കെ അറൗണ്ട് ഒരു 115 ആ റേഞ്ചിലൊക്കെ പ്രതീക്ഷിക്കാം. ഒരു 80 നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ സാധിക്കും. ഒരു 125 എന്നുള്ള നിലയ്ക്ക് നല്ലൊരു കാര്യം തന്നെയാണത്. സിറ്റിയിലൊക്കെ കൊണ്ട് നടക്കാൻ ഒരു എഫേർട്ടും ഇല്ല കേട്ടോ, ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത് ഷെയ്മാസ് ഹോണ്ട ആണ്, നമ്മുടെ തട്ടാരമ്പലം മാവേലിക്കര ഉള്ള. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം നിലവിൽ 1 രൂപയ്ക്കൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. സിറ്റിക്ക് ആപ്റ്റായ വണ്ടിയാണ്. ഈ സിഗ്ഗി ഓടുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ വണ്ടി നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കിഡിലിനൊരു ഓപ്ഷൻ തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങളൊരു എക്കണോമിക്കലി നിങ്ങൾ സെക്കൻഡറി വണ്ടിയായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാര്യം വേറൊന്നും കൊണ്ടല്ല, വണ്ടിക്ക് 66 മൈലേജ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാണ്, 66 മൈലേജ് ഉണ്ട്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഈസി മെയിൻ്റനൻസ് ആണ്, ഈസി ഹാൻഡ്ലിംഗ് ആണ്. എന്തുകൊണ്ടും നമ്മുടെ ആ ഒരു വൈബിന് പറ്റിയൊരു സാധനം. അതായത് ഒരു 650cc അല്ലെങ്കിൽ ഒരു 390 ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു സെക്കൻഡറിയായിട്ട് ബാക്കപ്പ് ആയിട്ട് നടക്കാൻ പറ്റിയ നല്ല സാധനം. ഡെയിലി കമ്മ്യൂട്ടിങ് ചെയ്യുന്ന ആൾക്കാർക്ക്, റൂട്ടിലൊക്കെ ഓടുന്ന ആൾക്കാർ ഒരു കൺവെൻഷനലായിട്ട് എക്സിക്യൂട്ടീവ് ലുക്കിൽ നിന്നൊക്കെ മാറി നല്ല അഗ്രസീവായിട്ടുള്ള ഡിസൈനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല ഐക്യാച്ച് ആയിട്ടുള്ള ഡിസൈനാണ്. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്കിഷ്ടപ്പെട്ട്. കാര്യം ആ ഒരു 750 ഹോർണറ്റിൻ്റെ ആ ഒരു DNA ആൾക്കാരെ നല്ല രീതിയിൽ ആകർഷിക്കുന്നുണ്ട്. സസ്പെൻഷൻ സൈഡൊക്കെ നോക്കാനാണെങ്കിൽ കുറച്ച് സ്റ്റിഫർ സൈഡാണ്. ആ ഒരു ഹാൻഡ്ലിങ്ങിനെ മികച്ച രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. പെർഫോമൻസിനേക്കാൾ ഉപരി ഞാൻ വാല്യൂ കൊടുക്കുന്നത് ഈ വണ്ടിയുടെ ആ ഒരു റിലയബിലിറ്റിക്കും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കാലിറ്റിക്കും വേണ്ടിയിട്ടായിരിക്കും. അതായത് കാലം മാറി. ഇപ്പം 125cc എന്നൊക്കെ ചിന്തിക്കുമ്പം കമ്മ്യൂട്ടർ എന്നുള്ളതിലുപരി മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാനായിട്ട് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഹീറോ എക്സ്ട്രീം 125R അതിന് പിന്നാലെ ഹോണ്ട അടുത്ത മാരകമായ ഈ വണ്ടിയും കൂടെ കൊണ്ടുവന്നത്. ഇത് അണ്ടർ റേറ്റഡ് ആക്കി കളയരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇത് കിടിലൻ വണ്ടിയാണ് കേട്ടോ. അടുത്തൊരു 10 കൊല്ലമൊക്കെ ഓടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിത്ത് സ്പോർട്ടി ഫീൽ. ഇപ്പം പൈസ ഇല്ലാത്തവർ മാത്രമല്ല നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുപോലുള്ള വണ്ടികളിലേക്ക് വരുന്നത്. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വിലയൊക്കെ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ബൈക്കിങ്ങിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരിങ്ങനെ വിട്ട് കൊഴിഞ്ഞ് പോവുകയാണ്, ഉള്ള കാര്യം പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കൺവെൻഷനൽ എന്താ പറയുക, ഓൾഡ് ഏജ് പഴയ ആ ഒരു ഷൈൻ ലൈക്ക് ഡിസൈൻ പോലുള്ളൊരു വണ്ടിയിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങളുടെ മനസ്സ് നിറയ്ക്കും, പോക്കറ്റ് നിറയ്ക്കും. അതിലൊരു ഡൗട്ടും വേണ്ട. പിന്നെ അപ്പം എനിക്ക് തോന്നിയൊരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് ഈ വണ്ടിയെപ്പറ്റി ഞാൻ പറഞ്ഞത്. അത്യാവശ്യം നല്ല പവറുണ്ടെന്ന് പറയുമ്പം അങ്ങ് പാഞ്ഞ് പറിച്ചു പോകുന്ന പവറല്ല. ഈ ഒരു 125-ന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പവർ ഉണ്ടല്ലേ, നമുക്ക് എടുത്തുകൊണ്ട് പോകാം. നിസ്സംശയം ഒരു സ്പോർട്ടി ഫീൽഡിൽ കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകാം. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. അപ്പം വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഒന്നും പറയാനില്ല, കൂടുതലൊന്നും പറയുന്നില്ല. ഒരു പക്ക ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക്. നമ്മുടെ സുൽത്താൻ ഇവിടെ
പുറത്തായി, എന്നാലും കുഴപ്പമില്ല, സ്വന്തം ആളാണ്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതിലേക്കും ബൈ. പിന്നെ ഇതൊരു സിംഗിൾ ചാനൽ ABS മാത്രം വരുന്ന വണ്ടിയാണെന്ന് കരുതി നിങ്ങൾ വിഷമിക്കണ്ട. അല്ലെങ്കിൽ സിംഗിൾ ബ്രേക്ക് മാത്രം, ഡിസ്ക് ബ്രേക്ക് മാത്രം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പവറിന്, ഈ ഒരു വണ്ടിയുടെ ഒരു നേച്ചറിന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു സ്റ്റോപ്പിംഗ് പവർ തന്നെ ഇനഫാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ഡുവൽ ചാനൽ ABS ഒക്കെ കൊണ്ടുവന്നാൽ അത്രയും നല്ലതായിരിക്കും. സോ അത് ഒരു കുറവെന്ന് പറയുന്നതിലുപരി വന്നാൽ നന്നായിരിക്കും, എന്നാൽ വന്നില്ലെങ്കിലും ഇവന് ഡ്യൂട്ടി നോക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. ഇത് കണ്ടല്ലേ, കുഴപ്പമില്ല, സീനില്ല.